ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊന്നും വാട്ടാതെയും വഴറ്റാതെയും അരിയാതെയും ഒരടിപൊളി കിടുക്കച്ചി ചിക്കൻ പുരട്ടുണ്ടാക്കിയാലോ? പോന്നോളൂ അമ്മക്കൂടിലേക്ക്. ദേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിനായി നമുക്ക് ദേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതുപോലെ 6 ഏലക്കായ, പിന്നീട് 2-3 ചെറിയ കഷ്ണം, ദേ ഇതിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണം കറുകപ്പട്ട, 4 ഗ്രാമ്പൂ, 2 ഈതൾ തക്കോലം. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് തരതരപ്പായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ നീളത്തിലൊരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി അരിഞ്ഞിട്ടതും 7-8 കഷ്ണം വെളുത്തുള്ളിയും ചേർത്തൊന്ന് ക്രഷ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2-3 കഷ്ണം ചുവന്നുള്ളി, അതുപോലെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ പകുതി, അത് നന്നായി അതിൻ്റെ നീര് മുഴുവൻ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. ഇനി 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇനി നമ്മുടെ സ്വന്തം കറിവേപ്പില ഒരു തണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മഷി പോലെ, അതായത് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇതിങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് അതിങ്ങനെ വല്ലാണ്ടാക്കി കളയണ്ട, കാരണം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പം വെള്ളം പോലെ താഴോട്ട് ഇറ്റ് വീഴരുത്, നല്ല കട്ട പോലെ തന്നെ ഇരിക്കണം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ആ മസാലയെല്ലാം ചേർത്ത് നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞും ഉള്ളി അരിഞ്ഞും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞ് വാട്ടുകയും വഴറ്റുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലോ രുചിയിലൊട്ടും കുറയാതെ അടിപ്പനായിട്ടുള്ള ചിക്കൻ പെരട്ട് ഉണ്ടാക്കി തരാമെന്നത് ഞാനിവിടെ വാക്ക് പറയുകയാണ്. ഇതിലേക്ക് പോരാത്ത ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ചേർത്ത് കുഴച്ചതിന് ശേഷം കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണ ചേർത്ത് കൊടുത്ത് പുരട്ടി വെച്ചാൽ മതി കേട്ടോ, ഒരു 5 മിനിറ്റ് മുമ്പ്. ഇനി പാനിനകത്തോട്ട് നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകം, 2-3 ഏലക്കായ, ഒരു തണ്ട് കറിവേപ്പില ഇത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ എന്തായാലും ഈ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലേ ഇതിനകത്തേക്ക് നമുക്ക് മസാലകളെല്ലാം പിടിച്ചു കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യമേ ഇതിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. ഒന്നുകൂടെ ഇളക്കി തോർത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് വേവിക്കണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രം മതിയാവും ഇത് നല്ലൊരു കിടുക്കൻ ചിക്കൻ പുരട്ടായി മാറാൻ. വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഒത്തിരിയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ വെള്ളം ഇനി വറ്റി വരണം. നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ 1 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് കറിവേപ്പിലയും വിതറി കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും കുറച്ചുകൂടി തൂവി ഇറക്കി ഉപയോഗിക്കാം. അല്ല കുറച്ചുകൂടി നല്ലതുപോലെ ഡ്രൈ റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഇളക്കി വറ്റിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം തോർത്തിയെടുക്കണം. നല്ല രുചികരമായ ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സവാള അരിഞ്ഞ് തന്നെ കുറേ സമയം പോകും, അതുപോലെ തന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം വഴറ്റി തന്നെ കുറേ സമയം പോകും. അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പായ പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കണം. 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ വരട്ടിയെടുക്കുക. തീയൊക്കെ തീരെ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ
ആ നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയതിന് ശേഷം നമ്മൾ തീ നല്ലതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വറ്റിച്ച് തോർത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മല്ലിയിലയൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതെ ഇത്രയും മല്ലിയില എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കാം. നിങ്ങൾ പറയും ഈ കറിവേപ്പില പെറുക്കി ചിക്കൻ കഴിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ എന്ന് നിങ്ങൾ പറയും. പക്ഷേ കറിവേപ്പില നമുക്ക് ശരീരത്തിന് നല്ലത് തന്നെയാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കൂടി തരും. ഈ ചിക്കൻ വരട്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു കഷ്ണം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അതായത് ചിക്കൻ നമ്മളിങ്ങനെ അടർത്തിയെടുക്കുമ്പം ഒരുപാട് ഉള്ളിലിങ്ങനെ ഡ്രൈ ആയിട്ട് വല്ലാണ്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിലൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഞാനൊരല്പം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കനാണ് ഇതുണ്ടാക്കാൻ എടുത്തേക്കുന്നത്. ചിക്കനെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂട് പറക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.